വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നേടാനും അന്താരാഷ്ട്ര തലത്തിൽ മികച്ചൊരു കരിയർ കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ചിന്താഗതിയിലും തീരുമാനങ്ങളും വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി മലയാളി വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ സ്വപ്നഭൂമിയായിരുന്ന അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ന് കടുത്ത വിസ നിയന്ത്രണങ്ങളാലും ഭീമമായ പഠന ചെലവുകളാലും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഈ ഘട്ടത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യൻ കഴിവുകൾക്കും പ്രതിഭകൾക്കുമായി തങ്ങളുടെ വാതിൽ വൻതോതിൽ തുറന്നിടുന്നത്. ഞങ്ങൾക്ക് ഇന്ത്യയിലെ കഴിവുള്ള പ്രതിഭകളെ വലിയ തോതിൽ ആവശ്യമുണ്ട്. ചരിത്രപരമായ ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറിന് ശേഷം യൂറോപ്പിലെ വിദ്യാഭ്യാസ വിദഗ്ധരിൽ നിന്നും നയതന്ത്രജ്ഞരിൽ നിന്നും ഒരുപോലെ ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണിത്. എന്തുകൊണ്ടാണ് യൂറോപ്പ് ഇന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒന്നാം നമ്പർ തിരഞ്ഞെടുപ്പായി മാറുന്നത്? ഇന്ത്യ EU വ്യാപാര കരാർ ഇതിൽ എങ്ങനെയാണ് വലിയൊരു വഴിത്തിരിവാകുന്നത്? വിദേശ പഠന മേഖലയിലെ പഴയതും പുതിയതുമായ മുഴുവൻ വിവരങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ യൂറോപ്യൻ യൂണിയൻ മുൻനിരയിലേക്ക് എത്തിയെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ ഈ വലിയ മാറ്റത്തിന് വേഗത കൂട്ടിയിട്ടുണ്ട്. കരാറിലെ പ്രധാന വ്യവസ്ഥകളും നേട്ടങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് എളുപ്പമുള്ള വിസ നടപടികളാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വിദഗ്ധ തൊഴിലാളികൾക്കും വിസ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതമാക്കി. മറ്റൊന്ന് യോഗ്യതകളുടെ പരസ്പര അംഗീകാരമാണ്. ഇന്ത്യയിലെ അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് യൂറോപ്പിൽ പരസ്പര അംഗീകാരം, അതായത് മ്യൂച്വൽ റെക്കഗ്നേഷൻ ഓഫ് ക്വാളിഫിക്കേഷൻ ലഭ്യമാക്കി. മറ്റൊന്ന് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റുകൾ. പഠനത്തിന് ശേഷം ജോലി കണ്ടെത്താനുള്ള അവസരങ്ങൾ കൂടുതൽ സുതാര്യവും വ്യക്തവുമാക്കി. മറ്റൊന്ന് സാമൂഹ്യ സുരക്ഷയും പിന്തുണയുമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ അംഗരാജ്യങ്ങളുമായി സാമൂഹ്യ സുരക്ഷാ കരാറുകൾ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെന്റ്സ് നടപ്പിലാക്കും. കൂടാതെ യൂറോപ്പിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ഒരു പ്രത്യേക ടെക്നോളജി ഗൈഡൻസ് ഓഫീസ് സ്ഥാപിക്കാനും ഒരു തീരുമാനമായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഒരു ഇന്ത്യൻ കുടുംബം വിദേശ പഠനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയിരുന്നത് അമേരിക്കയിലെ F1 വിസയോ അല്ലെങ്കിൽ കാനഡ, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ പഠന സാധ്യതകളായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ട്രെൻഡിൽ വലിയൊരു തകർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെയും ആഗോള വിദ്യാഭ്യാസ ഏജൻസികളുടെയും കണക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. 2023 9 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോയത്. 2025 ഈ സംഖ്യ കുത്തനെ ഇടിഞ്ഞ് 6,26,000 ആയി കുറയുകയായിരുന്നു. ഇതിന് പ്രധാന കാരണം അമേരിക്കയിലെയും മറ്റു രാജ്യങ്ങളിലെയും നയമാറ്റങ്ങളാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ F1 വിദ്യാർത്ഥി വിസകളുടെ കാലാവധി ചുരുക്കാനും പ്രവേശന നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കാനും തീരുമാനിച്ചു. കൂടാതെ H1B വിസ ലഭിക്കാനുള്ള അനിശ്ചിതത്വവും ഗ്രാജുവേഷന് ശേഷമുള്ള ഉയർന്ന ജീവിത ചെലവും അമേരിക്കയിലെ ഭീമമായ ട്യൂഷൻ ഫീസും വിദ്യാർത്ഥികളെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുകയാണ്. കാനഡയിലും UKയിലും സ്റ്റുഡന്റ് വിസ ക്യാപ്പുകൾ വരികയും താമസ സൗകര്യങ്ങളുടെ കടുത്ത ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തതോടെ അവിടെയും വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. ഇവിടെയാണ് യൂറോപ്പ് കേവലം ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നില മാറി ഒന്നാം നമ്പർ ചോയ്സായി ഉയർന്നു വന്നത്. നിലവിൽ 1,21,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യൂറോപ്യൻ യൂണിയനിൽ വിവിധ കോഴ്സുകളായി പഠിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഇത് 60 മുതൽ 70% വരെ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. യൂറോപ്പിനെ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് മുന്നിൽ ആകർഷകമാക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഭീമമായ ഫീസ് കുറവാണ്. പ്രമുഖ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ KC ഓർസിസിന്റെ കണക്കനുസരിച്ച് അമേരിക്കയെ അപേക്ഷിച്ച് 50% മുതൽ 80% വരെ കുറഞ്ഞ ഫീസിലാണ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഇംഗ്ലീഷ് മാധ്യമത്തിലെ പഠനം. ജർമ്മനി, നെതർലാൻഡ്, ഫ്രാൻസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ മാസ്റ്റേഴ്സ് ബിരുദങ്ങൾ പൂർണ്ണമായും ഇംഗ്ലീഷ് മാധ്യമത്തിലേക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. മറ്റേത് ഷെൻജൻ വിസ ആനുകൂല്യം. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനും മറ്റു രാജ്യങ്ങളിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും എളുപ്പമാണ്. ലക്ഷ്യസ്ഥാനം തിരഞ്ഞെടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ കാണിക്കുന്ന ഈ പുതിയ രീതി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശക്തമായ വ്യവസായ മേഖലയുള്ളതിനാൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് പോകുന്നവർ ജർമ്മനിയാണ് തിരഞ്ഞെടുക്കുന്നത്. നെതർലൻഡ്സ് മികച്ച വർക്ക് ലൈഫ് ബാലൻസും IT അവസരങ്ങളും നെതർലൻഡ്സിനെ പ്രിയങ്കരമാക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നെതർലൻഡ്സിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 2,630 നിന്ന് 3,700 ആയി ഉയർന്നു. എൻഹോവൻ സാങ്കേതിക സർവകലാശാലയിൽ പ്രീ എൻറോൾമെന്റുകൾ 1,390 നിന്ന് 2,140 ആയാണ് കുതിച്ചുയർന്നത്. ഫ്രാൻസ്, മാനേജ്മെന്റ്, ബിസിനസ് സ്റ്റഡീസ് എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾ ഫ്രാൻസിനെയാണ് ലക്ഷ്യമിടുന്നത്. പോർച്ചുഗലും ഇറ്റലിയും കുറഞ്ഞ ചെലവിലേക്കുള്ള ഗവേഷണങ്ങൾക്കും സയൻസ് ബിരുദങ്ങൾക്കും പാതുക യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഇറ്റാലിയൻ കേന്ദ്രങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രിയങ്കരമാകുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വൻ സാമ്പത്തിക ശക്തിയായ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ വിദ്യാർത്ഥികളെ വലിയ തോതിൽ തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നത്.
ഇതുവരെ ഒരു പൊതു നിയമ ചട്ടക്കൂടും ഇല്ലാതെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യൂറോപ്പിലേക്ക് പോരുന്നതെങ്കിൽ പുതിയ കരാറോടെ പഠനത്തിൽ നിന്ന് തൊഴിലിലേക്ക് വ്യക്തമായ വഴി തുറക്കപ്പെട്ടിരിക്കുകയാണ്. യൂറോപ്പ് സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ ശിവരാം പാണ്ഡ്യൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ EU വ്യാപാര കരാറിന് ശേഷം യൂറോപ്പിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അന്വേഷണങ്ങളിൽ 25% മുതൽ 30% വരെ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ്. അതേസമയം വിദ്യാർത്ഥികൾ ചില പ്രധാന യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. യൂറോപ്പിൽ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ആർക്കും താനെ ജോലി ലഭിക്കില്ല. ഓരോ രാജ്യത്തെയും പ്രാദേശിക ഭാഷകൾ അടിസ്ഥാനപരമായി പഠിച്ചെടുക്കുന്നത് മികച്ച തൊഴിൽ ലഭിക്കാൻ ആവശ്യമാണ്. ഏജൻസികളുടെ വാഗ്ദാനങ്ങളിൽ വീഴാതെ സ്വന്തം കരിയർ ലക്ഷ്യങ്ങൾ അനുയോജ്യമായ കോഴ്സുകളും കഴിവുകളും വളർത്തിയെടുക്കാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ ലോകത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ അമേരിക്കൻ മേധാവിത്വത്തിന് വലിയൊരു ബദലായി യൂറോപ്യൻ യൂണിയൻ വളർന്നു വരികയാണ്. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ തുച്ഛമായ ചെലവിൽ ഉയർന്ന വിദ്യാഭ്യാസവും അന്താരാഷ്ട്ര തൊഴിൽ പരിചയവും ലക്ഷ്യമിടുന്ന മലയാളി വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ യുവത്വത്തിന് മുന്നിൽ യൂറോപ്പ് സുവർണ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്.